വൈറൽ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇരിക്കുന്നത് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ചോക്ലേറ്റ്. നമ്മളിപ്പം ചെറിയൊരു റെസ്റ്റിന് ശേഷം പിന്നെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഹാഗിയ സോഫിയയിലേക്ക് പോവാണ്. ഇസ്താംബുളിൽ നമുക്ക് കാണാനുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഹാഗിയ സോഫിയ. നല്ല വെയിലുണ്ട്, ഏകദേശം 1:30 സമയം. നമുക്ക് ബ്ലൂ മോസ്കിൽ ഫ്രീ ആയിരുന്നു, പക്ഷെ ഹാഗിയ സോഫിയയിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പം ഹാഗിയ സോഫിയയുടെ ഫ്രണ്ടിലാണ് നിൽക്കണം, മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ. ഒരാൾക്ക് 25 യൂറോയാണ് വരുന്നത്. മ്യൂസിയത്തിന് 25, മോസ്കിനാണെങ്കിലും 25. നമ്മളിപ്പം ഓൾറെഡി ബ്ലൂ മോസ്കിൽ പോയതുകൊണ്ട് സിമിലർ ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ മോസ്കിൽ പോകുന്നില്ല. നമ്മൾ എലാട്ട ടവറിലും പോകാമെന്ന് കരുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിൽ കയറാമെന്ന് കരുതി. നമ്മൾ ഹാഗിയ സോഫിയ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് നമുക്കൊരു ഹെഡ്ഫോണും റിമോട്ട് കൺട്രോളറുമാണ് അവർ തരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത്, ഒന്നും നിങ്ങൾ ക്യാപ്ചർ ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി അവർ കാണാതെ ഞാൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വീഡിയോയിൽ വളരെ കുറച്ച് പോർഷൻസ് മാത്രമാണ് കാണുന്നത്. ഇത് ശരിക്കും നിയർലി ഒരു 30 minutes ഒക്കെ നിൽക്കുന്ന ഒരുപാട് സെഷൻസ് ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ്. കംപ്ലീറ്റ് ഹാഗിയ സോഫിയയുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഇവരത് നിർമ്മിച്ചത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വളരെ പ്രോപ്പറായിട്ടും വിഷ്വലൈസേഷൻ കൊണ്ട് അവർ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഗിയ സോഫിയ, തുർക്കിയിലുള്ളവർ പറയണ പോലെ പറഞ്ഞാൽ ഹയ സോഫിയ, 1500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ ഒരു അത്ഭുതം ആദ്യം ഒരു കത്തീഡ്രലായി, പിന്നെ ഒരു മസ്ജിദായി, ഇപ്പോഴതൊരു മ്യൂസിയം ആയിട്ടാണുള്ളത്. ഹയ സോഫിയയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു വലിയ ഡോം തന്നെയാണ്. എത്രയോ ആഘോഷങ്ങൾ, പ്രേയേഴ്സ്, ധ്യാനത്തിനെല്ലാം വിറ്റ്നസ് ആയിട്ടുള്ളതാണ് ഈ ഒരു വലിയ ഡോം. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു 1500 വർഷമായി വിശ്വാസത്തിൻ്റെയും കലയുടെയും പ്രതീക്ഷയുടെയും സേവനത്തിൻ്റെയും സാക്ഷിയായിരുന്ന ഒരു സ്മാരകം. ഇസ്താംബുളിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹയ സോഫിയ ഒരു കെട്ടിടം മാത്രമല്ല, അതൊരു ശിലയിലും ഗ്ലാസിലും സ്വർണത്തിൽ എഴുതിയൊരു ചരിത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും കൂടി പോവില്ല. 537 AD ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയനാണ് ഈ ഒരു കത്തീഡ്രൽ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അത്രയും വൈവിധ്യമുള്ളൊരു വാസ്തുശില്പം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. എന്നാൽ പറയുകയാണെങ്കിൽ ഹയ സോഫിയ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല. 1453 ഒട്ടോമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി സുൽത്താൻ മുഹമ്മദ് II കത്തീഡ്രൽ ഒരു മസ്ജിദായിട്ട് മാറ്റാനായിട്ടുള്ള ഉത്തരവിടുന്നത്. ക്രിസ്ത്യൻ പൈതൃകം മായ്ച്ചു കളയാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ക്രിസ്ത്യൻ ഇസ്ലാമിക കലകളുടെ ഒരു ഫ്യൂഷനായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. 1935 മോഡേൺ തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കൈമാൽ അത്തോർക്ക് ഹയ സോഫിയനെ ഒരു മ്യൂസിയം ആയിട്ട് മാറ്റി. പക്ഷേ നമ്മൾ ഹയ സോഫിയയുടെ വാൾസിലേക്ക് ഒന്ന് ഇൻ ഡെപ്തിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ക്രിസ്ത്യൻ പാട്ടുകളും മുസ്ലിം പ്രേയേഴ്സും ഇപ്പോഴും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. നമ്മൾ ഹാഗിയ സോഫിയ മ്യൂസിയത്തിൻ്റെ അകത്താണ്. പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. അകത്തെ കാര്യങ്ങളൊന്നും അവർ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 1000 കൊല്ലം ഓർത്തഡോക്സ് കത്തീഡ്രലും 500 കൊല്ലം മോസ്ക് 80 വർഷമായിട്ടും മ്യൂസിയം ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിലാണ് നമുക്ക് ആ ഹിസ്റ്ററി എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ മനസ്സിലാവുന്നു. ഫോർത്ത് വാഷിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അത് അതുപോലെ തന്നെ അവരവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്ന പഴയ ക്ലോക്കുകളും അന്നത്തെ ഖുറാൻ, അത് വലിയ ഓലകളിലൊക്കെ എഴുതിയിട്ടുള്ളത്, അങ്ങനെ പല രീതിയിൽ മുസ്ലിം റിലേറ്റഡും ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും.
അന്നത്തെ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഒരു ക്ലോക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട്. ഇതൊരു മസ്ജിദ് ആക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നതാണ്. പല ടൈപ്പിലുള്ള ചിത്രപ്പണികൾ ഈശോയുടെ മാതാവിൻ്റെ എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അന്നത്തെ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന വലിയ ബൈബിളും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ഒരു ഡിവൈൻ ഫീലും നമുക്ക് ഫീൽ ചെയ്യും. ഹിസ്റ്റോറിക്കലായിട്ടും റിലീജിയസ് ആയിട്ടും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ്. അതുകൂടാതെ അന്നത്തെ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഫാബ്രിക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള അന്നത്തെ ടൈപ്പിലുള്ള ഡ്രസ്സസ് ഒക്കെയാണത്. നമ്മളിരിക്കുന്നത് ഇപ്പം ഹാഗിയ സോഫിയ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പൈസ കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അത്രയും പൈസ ഇവിടെ എല്ലാത്തിനും കുറച്ച് പൈസ കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മ്യൂസിയത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ, അതായത് മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ അവർ നടത്തുന്ന ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തീ പിടിച്ച വിലയാണ് എല്ലാത്തിനും. ഇപ്പം നമ്മൾ ഗ്രാൻഡ് ബസാറിലോ അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനത്തെ മാർക്കറ്റ്സിൽ പോകുമ്പോഴും നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ബ്ലൂ മോസ്ക് ഇരിക്കുന്ന ഈ ഒരു പ്ലേസിൽ ബ്ലൂ മോസ്കും ഹാഗിയ സോഫിയയും അതിൻ്റെ മ്യൂസിയവും പിന്നെ സുലൈമാനി മ്യൂസിയം എല്ലാം ഇവിടെ തന്നെയാണ്. 3 പ്ലേസും നമുക്ക് ഒറ്റയടിക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിയത് അവിടെ നിന്ന്. നിയർലി ഇതിന് നമ്മൾ 10 പൗണ്ടാണ് നമ്മളിതിന് പേ ചെയ്തത്. പിന്നെ ഈ ഒരു മാഗ്നറ്റുമാണ് നമ്മൾ വാങ്ങിയത്. നമ്മളിപ്പം ഹാഗിയ സോഫിയയുടെ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ഹാഗിയ സോഫിയ. ഇസ്താംബുളിൽ ട്രാമുണ്ട് കേട്ടോ. നമ്മൾ സ്കോട്ട്ലൻഡിൽ പോയപ്പോൾ കണ്ടിരുന്നു. പിന്നെ ദുബായിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ട്രാമാണ് യൂസ് ചെയ്യണത്. നമുക്കറിയുണ്ടാവും, ടർക്കിയിൽ ഏഷ്യൻ സൈഡും യൂറോപ്യൻ സൈഡും ഉണ്ട്. ഗലാറ്റ ടവറും ബ്ലൂ മോസ്കും ഇതൊക്കെ വരുന്നത് യൂറോപ്യൻ സൈഡിലാണ്. ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു നോർമൽ റേറ്റിനൊക്കെ ഫുഡ് കിട്ടും. വലിയ പ്രശ്നമില്ലാണ് ഇസ്താംബുളിലാണെങ്കിലും. വന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ, ടാക്സി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂബർ ത്രൂ എടുക്കാവുന്നതാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ വെക്കിയത് അവരിങ്ങനെ മെസ്സേജ് അയച്ച് അവർക്ക് തോന്നണ വില അവർ പറയും. അതിൽ നിങ്ങൾ എടുക്കരുത്. ടാക്സിക്ക് പൈസ കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരും ട്രാമാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടാക്സി എടുക്കാവുന്നതാണ്. യൂബർ യൂസ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ പോകുന്നത് ഗലാറ്റ ടവറിലേക്കാണ്. ഭയങ്കര തിരക്കുമാണ്, ട്രാഫിക്കുമാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം സമയം 4 മണിയാണ്. 4 മണിക്കൊക്കെ പൊരി വെയിലാണ്.
പിന്നെ ഇപ്പം ഈദിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണെന്നാണ് ഇവർ പറയുന്നത്. അതെല്ലാം നോർമൽ ഡേയ്സിന് ഇതിനേക്കാളും കൂടുതൽ ട്രാഫിക്കും തിരക്കും ആയിരിക്കുന്നതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ബാക്കിൽ കാണുന്നതാണ് ടവർ. സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ട്രൈ ചെയ്യാമെന്നുണ്ട്, നോക്കാം. This is baklava, the traditional dish. Yes, traditional Turkish dish. And you would serve it with ice cream. Yes, inside with ice cream. Right. And what about the San Sebastian cheesecake? You serve it with chocolate. It's classic and service with chocolate sauce. All right. Yes. Take one each. നമ്മളൊരു ബക്ലാവയും ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മളിരിക്കുന്നത് ഗലാറ്റോ ടവറിൻ്റെ ജസ്റ്റ് നിയർ ആണ്. ഭയങ്കര ഹാപ്പിനെസ്. നമ്മളിവിടെ ഗലാറ്റോ ടവറിൻ്റെ ഒരു സ്ട്രീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ട് സൈഡിലും ഫുള്ള് കടകളാണ്. ഇത് ശരിക്കും ഏഷ്യൻ സൈഡ് ആണെങ്കിലും കാണുമ്പോൾ ശരിക്കും യൂറോപ്പ് പോലെ തന്നെയായിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഏകദേശം ഒരു 4:30 മണിയായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര പീസ്ഫുൾ. ഇസ്താംബുളിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു തണുത്തൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരുന്നിട്ടില്ല. എപ്പോഴും ചൂടും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ച് തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്. ഭയങ്കര അടിപൊളി. ഇസ്താംബുളിൽ വന്നാൽ ബലൂൺ ടൂർ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ ഫിസിക്കലി എല്ലാം നമുക്ക് ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ പറ്റുന്നത് ഇവിടെ വന്നപ്പോഴാണ്. ഭയങ്കര ഹാപ്പി. ബക്ലാവ ട്രൈ ചെയ്യുന്ന ഇറ്റായൻ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഭയങ്കര മധുരമായിരിക്കും എന്തായാലും. നമ്മൾ വൈറൽ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തതാണോ, പക്ഷേ ഇതിന് ഭയങ്കര ഒരുപാട് മധുരത്തിൻ്റെ കുത്തൊന്നും പറയാനില്ല. നല്ല ടേസ്റ്റ്. ഇത് വൈറലായി വെറുതെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബലൂൺ ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, നമ്മൾ ഇനി ഇവിടെ ടച്ച് ചെയ്യില്ല എന്നാണ് നമ്മൾ ശരിക്കും വിചാരിച്ചത്. ഈ കപ്പടക്കേക്ക് നമ്മളിനി പോകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പോകേണ്ടിയിരുന്ന 2 പ്ലേസ് നമ്മൾ കവർ ചെയ്തു. ഒരു കേവ് ഹോട്ടലിൽ നിൽക്കുന്ന എക്സ്പീരിയൻസ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബലൂൺ ടൂറും നമുക്ക് എന്തായാലും വേണമെന്നുണ്ടായിരുന്നു. അത് രണ്ടും ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് കിട്ടി. അപ്പം ഇസ്താംബുളിലേക്ക് വന്നപ്പം ഫസ്റ്റ് ഡേ നമ്മൾ വിചാരിച്ചത് കുറച്ച് കണ്ടിട്ട് നമുക്ക് പോവാൻ നമുക്കിവിടെ വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ഗലാറ്റോ ടവറിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു എന്ത് വന്നാലും ഇനി നമ്മൾ ഇസ്താംബുളിൽ എന്തായാലും വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി ആംബിയൻസ്. ഈ ഗലാറ്റോ ടവറിൻ്റെ ഈ ഒരു സ്ട്രീറ്റിൽ വന്നിരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ ഇസ്താംബുളിലേക്ക് വരാം. അത്രയ്ക്ക് പോകത്താണ്. ബക്ലാവ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മധുരമാണ് ബക്ലാവയ്ക്ക്. നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിന് അത്രയും മധുരമുണ്ട്. അപ്പം ഞങ്ങൾ 2 ട്രൈ ചെയ്തിട്ടും തീർന്നില്ല. പക്ഷേ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കേക്ക് നമ്മൾ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തിരിക്കുകയാണ്. അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുറച്ചധികം ടൈം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഗലാറ്റോ ടവറിൽ തിരിച്ചു പോവാണ്. ഇവിടെ ശരിക്കും നമുക്ക് 2 സൈഡിലും ബിൽഡിങ്സ് ആയതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് വരാതെ വേറെ ഏത് സമയത്ത് വന്നാലും ഈ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് എന്തായാലും കിട്ടും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇസ്താംബുളിൽ വന്നതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്ലേസാണ്. ശരിക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റുന്ന പ്ലേസാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതാണ് നമുക്ക് പുറകിലൊക്കെ ഭയങ്കര ചൂട് പൊടി നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം
നമ്മളെന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പം നമ്മളിങ്ങനെ സമാധാനമായിട്ടിരിക്കണം, അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ആ ഒരു കാര്യം 100% നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇസ്താംബുളിൽ വരുന്നവർ എന്താണെങ്കിലും ഇതിലാകട്ടെ അവർ ടച്ച് ചെയ്യാതെ പോകരുത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ടർക്കിയിലെ ഫൈനൽ വ്ളോഗ്. അപ്പം ഈ വിസ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.